ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ രണ്ടാമത്തെ ഹോളിഡേ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം പകല് ഭയങ്കര ചൂടാണ്, വൈകിട്ട് മാത്രമാണ് പിന്നെ ഒരു ആശ്വാസമുള്ളത്. അതുകൊണ്ട് ഇന്ന് ഫുള്ള് ഞങ്ങൾ കുക്കിംഗ്, ഫുഡിങ്, ഈറ്റിംഗ് ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ മെനു ദോശയും മുട്ടക്കറിയാണ്. അപ്പം ദോശയും മുട്ടക്കറിയൊക്കെ ഇതേ റെഡിയായി ഞങ്ങൾ കഴിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ 11 മണിയായിട്ടുണ്ട്. ഉച്ചത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കും തെച്ചന് വേണ്ടിയിട്ട് അവന്തിയുടെ സ്വന്തം കൈകളാൽ ഒരു സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിൽ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേനും കുറച്ച് ഹൽവയല്ലല്ലോ, ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താവും എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് പറയാം ഗൈസ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ്. പിന്നെ കുറച്ച് തുണി കഴുകാനും അതൊക്കെ ഉണ്ട്, അതും കൂടെ എൻ്റെ സൈഡിൽ കൂടെ നടത്തണം. അപ്പം ഇന്നത്തെ ദിവസം മൊത്തം ഞങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. എൻ്റെ മാത്രമല്ല, ഇവരുടെ ഉണ്ടാവും. ഓക്കെ, അവന്റെയും തെച്ചും കൂടെ പാട്ട് ഭയങ്കര ഒച്ചത്തിലിട്ടിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര മത്സരിച്ച് ഡാൻസ് കളിക്കുകയാണ്. തെച്ചു പിന്നെ ഓൾറെഡി ഡാൻസ് കളിക്കുന്നത്. അവന്തി ഡാൻസ് കളിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ പൊന്നെ കാക്ക മലന്ന് ഓർക്കും കേട്ടോ. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഭയങ്കര ഡാൻസ്. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ. കൊഞ്ച് വറുത്തതും സലാഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല കൊഞ്ച് ബിരിയാണി, സലാഡ്, പപ്പടം കുറവാണ്, വിഷുവിന് മേടിച്ച പപ്പടത്തിൻ്റെ ബാക്കിയാണ്, പിന്നെ അച്ചാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പ്ലേറ്റേ എടുത്തിട്ടുള്ളൂ. അവളുമാർക്ക് രണ്ടുപേർക്ക് ഞാൻ ഇന്ന് വാരി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വാരി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം. അവൻ്റെ മോളെ ഇതോ കാക്ക പോകുന്നു, തിന്നോ. അയ്യോ, അത് എന്തൊരു കാക്കയായി പോയിടേ. അതൊരു വല്ലാത്ത കാക്കയായി പോയേട്ടാ. ഞങ്ങളെ ഖത്തറിലെ കാക്കയുടെ സൗണ്ട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പം കൊഞ്ചും പിന്നെ ഇതും കൂടെ ചേർന്നിട്ട് ബിരിയാണി. അടുത്തതിൻ്റെ കുഞ്ഞു മോൾക്ക് പൂച്ച പോകുന്നു. പൂച്ച തിന്നോ. അയ്യോ, പൂച്ച. ആ പട്ടി ഒന്ന് കുറച്ചാട്ടെ, എന്നാ കടിക്കും അത്. എനിക്കും തെച്ചുവിനും രണ്ട് പെർസ്പെക്റ്റീവാണ്. എനിക്ക് അച്ചാർ ഇഷ്ടമാണ്, തെച്ചുവിന് അച്ചാർ ഇഷ്ടമല്ല. ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും. അതുകൊണ്ട് അമ്മയ്ക്ക് വാരി തരുമ്പോൾ അതൊരു പണിയാണ്. ഒരാൾക്ക് അച്ചാറില്ലാതെ കൊടുക്കണം, ഒരാൾക്ക് അച്ചാർ ഉള്ളത് കൊടുക്കണം. അത് കണക്കിന് ഇവൾക്ക് ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. ഈ കട്ടച്ചമ്മന്തി ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ കൊണ്ടുവന്നാൽ അതൊന്നും ഇഷ്ടമല്ല ഇവൾക്ക്. എനിക്ക് അമ്മയ്ക്കും ഇഷ്ടമാണ്. എനിക്ക് അമ്മയ്ക്ക് അങ്ങനത്തെ അതെല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഈ ചോറും ചമ്മന്തിയും അച്ചാറൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടം. പക്ഷെ ഇവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചോറിൻ്റെ കൂടെ അച്ചാർ കിട്ടുന്നത് കൊണ്ട് ദച്ചിന് ഭയങ്കര പൊളിപ്പെന്നു. എനിക്കാണെങ്കിൽ ഇതിലുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ഇഷ്ടമല്ല. അമ്മയാണെങ്കിൽ കുറേ നേരം കൊണ്ട് അത് തന്നെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇതൊക്കെ ഞാൻ വെറുതെ വാങ്ങിക്കുന്നതാ. എപ്പോഴും ഞാൻ കടയിൽ പോകുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വാങ്ങിക്കും. വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇതിനകത്തുള്ളത് ഇഷ്ടമല്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പായസത്തിനകത്ത് ഇട്ടാലും ഇതേ അവസ്ഥ തന്നെ, പറക്കി കളയും. കഴിഞ്ഞ ആഴ്ച അമ്മ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ബിരിയാണി വയ്ക്കാനല്ലായിരുന്നു, അതിങ്ങനെ മറ്റേ ചോറിൻ്റെ കൂടെ പൊരിക്കാനായിരുന്നു. അത് പൊരിച്ച് തുടങ്ങി. ഒരെണ്ണ ഞാൻ പോയി തന്നു, ഒരെണ്ണ ഇവള് പോയി തന്നു. പിന്നെ അത് അവിടെ വെച്ച് തന്നെ തീർന്നു അല്ലേ അമ്മ? ചോറിൻ്റെ കൂടെ തിന്നാനായിട്ട് കൊഞ്ച് എന്തൊക്കെയായിരുന്നു? ചോറും മീൻകറിയും തൈരും ഒക്കെ ആയിരുന്നു. മോര്, തോരൻ. അത് പിറ്റേന്ന് ഞങ്ങൾ അവസാനം പഴങ്കഞ്ഞിയാക്കി. അത് ഒത്തിരി കൊഞ്ചുണ്ടായിരുന്നു. ഒരു കിലോ കൊഞ്ചുണ്ടായിരുന്നു. അതിൽ പകുതി മുക്കാലും അമ്മ പൊരിച്ച് ഞങ്ങൾ മൊത്തം തന്നു, ഞാനും ഇവളും. ഗൈസ്, അങ്ങനെ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ കാ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നടന്നില്ല.
അമ്മയാണെങ്കിലൊന്ന് പുറത്തോട്ട് പോയി, കുറച്ച് എന്തൊക്കെയോ സാധനം മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞു പുറത്തോട്ട് പോയി. സോ അപ്പോഴത്തേക്ക് ഞാനിത് ഉണ്ടാക്കി. ഞാൻ നേരത്തെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചപ്പം പക്ഷെ കുറച്ച് തിരക്കായിപ്പോയി, എനിക്കത് എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏറ്റവും അവസാനം എടുത്ത് കാണിച്ചു തരാം എന്ന്. അല്ലേ ദച്ചു? ഇത് കഴിഞ്ഞ് ഇനി കുറച്ച് കിടുമണി ഐറ്റംസ്. യെസ് 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 ശരിയായിടുന്നുള്ളൂ. ഞാൻ തുറക്കൂ സീസയും ഇതൂടെ ശരിയാ. അപ്പം ഇത് റെഡിയായി. നമുക്കൊരു ഇച്ചിരി ദച്ചുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം, എന്നിട്ട് ദച്ചു അഭിപ്രായം പറയും. പക്ഷെ ഇതിനി അമ്മ വന്നിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ പോവാ. ചൂടുണ്ടേ, കഴിക്ക്. ടേസ്റ്റ് എന്നും പറഞ്ഞിട്ട് എടുത്തൊരു ഇച്ചിരി ഇനി വെച്ച് ഇത് കേറി ഇറങ്ങി കഴിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ വെട്ടിത്തിന്നെ ജാബ വരുന്നതിന് മുന്നേ ഇത് തീർത്ത. ഓക്കെ, കണ്ടോളൂ. അവന്തി ആദ്യമായിട്ട് എനിക്ക് തന്ന, എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്ന എന്തുവാ ക്യാരറ്റ് ഹൽവ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഗൈസ് നിങ്ങൾ പറയാം ഞാൻ ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, കൊള്ളാം കേട്ടോ, സൂപ്പറാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇന്ന് തലയിലൊക്കെ നിറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ച്, ദച്ചുവിൻ്റെയും തലയിൽ നിറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ച്. അതുകൊണ്ട് അവന്തിയുടെ നല്ല തേച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് അവന്തി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബായ്.